നമസ്കാരം. മേഘം മറച്ചാലും ശത്രുക്കളുടെ ചലനം ഒപ്പിയെടുക്കും ഇന്ത്യയുടെ ആകാശ കണ്ണ് EOS-09 ഉപഗ്രഹം. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ സിന്ദൂർ ഓപ്പറേഷൻ പാകിസ്ഥാനെ ഞെട്ടിച്ചിരുന്നു. കൃത്യലക്ഷ്യത്തിലേക്കുള്ള മാരക ആക്രമണത്തിന് രഹസ്യാന്വേഷണ സംവിധാനങ്ങൾക്കൊപ്പം ശത്രുക്കളുടെ ചലനങ്ങളെല്ലാം ഒപ്പിയെടുക്കുന്ന ടെക്നോളജിയും ഉപയോഗിച്ചിട്ടുണ്ട്. നിർണായകമായ പ്രതിരോധ നിരീക്ഷണ സംവിധാനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായി എത്തുകയാണ് EOS-09 അഥവാ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ സുരക്ഷാ നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം വേഗത്തിലാക്കിയിരിക്കുന്നത്. മുൻപ് റിസാറ്റ്-D എന്നറിയപ്പെട്ടിരുന്ന EOS-09 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISRO വികസിപ്പിച്ചെടുത്ത ഒരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ്. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെ 63ാമത്തെ വിക്ഷേപണത്തിനും ISROയുടെ മൊത്തത്തിലുള്ള 101ാമത്തെ ദൗത്യത്തിനുമായുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിന്റെ ഒരുക്കങ്ങൾ അടയാളപ്പെടുത്തിക്കൊണ്ട് മെയ് 17 രാവിലെ 7:59 കൗണ്ട് ഡൗൺ ആരംഭിച്ചു. 2022 വിക്ഷേപിച്ച EOS-4ന്റെ തനിപ്പകർപ്പാണ് റീസാറ്റ്-1 ഉപഗ്രഹത്തിന്റെ സമാനമായ കോൺഫിഗറേഷനാണ് ഇതിനുമുള്ളത്. ഈ ഉപഗ്രഹത്തിന് 5 വർഷത്തെ പ്രവർത്തന കാലയളവാണുള്ളത്. സി-ബാൻഡ് സിന്തറ്റിക് അപ്പോർച്ചർ റഡാറാണ് ഇതിലെ പ്രധാന ഉപകരണം. ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളുടെ ഗണത്തിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സി-ബാൻഡ് സിന്തറ്റിക് അപ്പോർച്ചർ റഡാർ ഉപയോഗിക്കുന്നതിനാൽ ഈ ഉപഗ്രഹത്തിന് പകലും രാത്രിയും ഏത് കാലാവസ്ഥയിലും, അതായത് മേഘങ്ങൾ, മഴ, മൂടൽമഞ്ഞ്, പൊടിപടലങ്ങൾ എന്നിവയെ ഭേദിച്ച് ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഉയർന്ന റെസല്യൂഷനിലുള്ള ചിത്രങ്ങൾ പകർത്തുവാൻ സാധിക്കും. കൃഷി, വനവൽക്കരണം, തോട്ടങ്ങൾ, മണ്ണിന്റെ ഈർപ്പം, ജലശാസ്ത്രം, വെള്ളപ്പൊക്കം, ഭൂപട നിർമ്മാണം, ദുരന്ത നിവാരണം, നഗരാസൂത്രണം, ദേശീയ സുരക്ഷ എന്നിവയുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾക്കായി ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ നൽകുവാൻ ഇതിന് കഴിയും. വെള്ളപ്പൊക്കം, ഭൂപടം തയ്യാറാക്കൽ, ചുഴലിക്കാറ്റ് നിരീക്ഷണം, മണ്ണിടിച്ചിൽ, തീരദേശ സുരക്ഷത തുടങ്ങിയ തത്സമയ ആപ്ലിക്കേഷനുകൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ ഉപഗ്രഹം. ഹൈ റെസല്യൂഷൻ സ്പോട്ട്ലൈറ്റ്, മീഡിയം റെസല്യൂഷൻ എന്നിവയുൾപ്പെടെ 5 ഇമേജിംഗ് മോഡലുകൾ ഇതിലുണ്ട്. ഇത് വാഹനങ്ങളുടെ നീക്കം, ഭൂമിയിൽ ഉണ്ടാകുന്ന ചെറിയ വ്യതിയാനങ്ങൾ തുടങ്ങിയ സൈനികപരമായ നീക്കങ്ങളോ ഭീകരവാദ പ്രവർത്തനങ്ങളോ സൂചിപ്പിക്കുന്ന സൂക്ഷ്മമായ മാറ്റങ്ങൾ പോലും കണ്ടെത്തുവാൻ കഴിയും. 10 മുതൽ 225 കിലോമീറ്റർ വരെ വീതിയുള്ള പ്രദേശങ്ങളും ഒറ്റ സ്കാനിൽ നിരീക്ഷിക്കുവാൻ ഇതിന് സാധിക്കും. കോക്രോച്ച്, പോളർ സ്റ്റേഷൻ, ഹൈബ്രിഡ് എന്നിവയൊക്കെ പിന്തുണയ്ക്കുവാൻ സാധ്യതയുള്ളതിനാൽ ഭൂപ്രദേശം, സസ്യജാലങ്ങൾ, കൂടാരങ്ങൾ അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന ക്യാമ്പുകൾ പോലെയുള്ള മനുഷ്യനിർമ്മിത ഘടനകൾ എന്നിവയെ തരംതിരിക്കുവാൻ ഇതിന് കഴിയും. ഇന്ത്യയുടെ 7500 കിലോമീറ്റർ ദൈർഘ്യമുള്ള തീരപ്രദേശത്ത് നിയമവിരുദ്ധമായ സമുദ്ര പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുക, എണ്ണച്ചോർച്ച കണ്ടെത്തുക, കപ്പലുകളെ ട്രാക്ക് ചെയ്യുക എന്നിവയ്ക്കും ഇത് ഉപയോഗപ്രദമാവും. ഇന്ത്യയുടെ വിശ്വസ്ത വിക്ഷേപണ വാഹനമായ PSLV C-61 ദൗത്യത്തിലാണ് ഈ EOS-09 ഉപഗ്രഹം വിക്ഷേപിക്കുക. ഭൂമിയിൽ നിന്ന് ഏകദേശം 529 കിലോമീറ്റർ ഉയരത്തിലുള്ള സൂര്യസ്ഥിത ധ്രുവീയ വിക്ഷേപണത്തിന് ശേഷം ഏകദേശം 17 മിനിറ്റ് യാത്ര ചെയ്താണ് PSLV C-61 EOS-09 നിശ്ചിത ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുക. ഉപഗ്രഹം വേർപെട്ട ശേഷം വാഹനത്തിന്റെ ഓർബിറ്റ് ചേഞ്ച് ത്രസ്റ്റുകൾ ഉപയോഗിച്ച് ഭ്രമണപഥത്തിന്റെ ഉയരം കുറയ്ക്കുകയും പിന്നീട് പാസിവേഷൻ നടത്തുകയും ചെയ്യും. ഉപഗ്രഹത്തിന്റെ 5 വർഷത്തെ ദൗത്യ കാലാവധിക്ക് ശേഷം 2 വർഷത്തിനുള്ളിൽ സുരക്ഷിതമായ ഭ്രമണപഥത്തിൽ നിന്ന് താഴെ ഇറക്കി ബഹിരാകാശ മാലിന്യങ്ങൾ ഒഴിവാക്കുന്നതിനായി ആവശ്യമായ ഇന്ധനം ഇതിൽ കരുതിയിട്ടുണ്ട്.